ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പാത്ത് ഫൈൻഡറിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. പാത്ത് ഫൈൻഡർ തുടങ്ങിയിട്ട് 2025-26 ഫസ്റ്റ് ക്ലാസ്സാണ്. മാത്സാണ്, ട്രിഗ്നോമെട്രി ആണ്. ട്രിഗ്നോമെട്രീൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ട്രിഗ്നോമെട്രി 3 പാർട്ടായിട്ടാണ് എടുക്കുക. അപ്പം ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോകാം. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണ് കൊടുത്തത്. ഇതിപ്പം ഈ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ 90, ഇവിടെ 30, ഇവിടെ 60 ഡിഗ്രി ഇങ്ങനെ വരുന്ന ഒരു റൈറ്റ് ട്രയാങ്കിളിൽ അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ 1:√3:2 ആയിരിക്കും. 1:√3:2 ആയിരിക്കും അതിൻ്റെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ. പിന്നെ അതേ റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ 90, ഇത് രണ്ടും 45 ഒരു ഐസോസെൽസ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ 1:1:√2. സൈഡ് തമ്മിലുള്ള റേഷ്യോ 1:1:√2 ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അടുത്തേക്ക് പോവാം. ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് സൈന്, കോസ്, ടാന്. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. സൈന്, കോസ്, ടാന് അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സൈന് നോക്കുകയാണെങ്കിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആക്കട്ടെ. ഞാൻ നടുക്കൂടി മുറിച്ചാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. പാർട്ട് എ ഇത് റൈറ്റ് ട്രയാങ്കിളായി. ഇത് ഹൈപ്പോട്ടിന്യസ്, ഇത് ഹൈറ്റ്, ഇത് ബേസ് എന്നിവയാണ് ഉള്ളത്. ഇത് ഹൈപ്പോട്ടിന്യസ്. ഈ ഒരു സാധനം അഡ്ജസൻറ്റ് സൈഡ്. ഇത് വരുന്നത് ഓപ്പോസിറ്റ് സൈഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെത് വരുന്നത്. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഒരു ഹൈപ്പോട്ടിന്യസ് ആണ്. ഹൈപ്പോട്ടിന്യസ് ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ഈസ് 10 സെൻറ്റിമീറ്റർ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇതിപ്പം 10 സെൻറ്റിമീറ്റർ ആണ്. വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതിൽ നമുക്ക് 30 ഡിഗ്രി ഇതാക്കാം. 30 ഡിഗ്രി ഇങ്ങനെ വരികയാണെങ്കിൽ 60 ഡിഗ്രീൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഇതായിരിക്കും ബേസ്. ഓക്കെ, ഹൈറ്റ് എപ്പോഴും ഹൈപ്പോട്ടിനസിൻ്റെ പകുതി ആയിരിക്കും. എന്നാൽ 5 സെൻറ്റിമീറ്റർ. ഇത് വരുന്നത് ഇത് √3 ആയിരിക്കും ബേസ് എപ്പോഴും ഉണ്ടാവുക. അതിൻ്റെ അപ്പുറം 5 കൂട്ടിയത് 5√3 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ട്രയാങ്കിൾ ഈസ് ടു മേഡ് ബി കട്ടിംഗ് rectangular cutting. Equilateral triangle is so made by cutting rectangular board, rearranging pieces shown below. ഈ ഒരു ഇത് കാണിച്ചാൽ ഇതാണ് ഒരിത്. ഇത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. അത് റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെയാക്കി ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ
എപ്പോഴും അതിൻ്റെ എല്ലാ ആംഗിളും 60 ആയിരിക്കും. പിന്നെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ ബേസ് ഇവിടെ 25ഉം ഇവിടെ 25ഉം. ഇതാ സൈസ് ഓഫ് എ റെക്റ്റാങ്കിൾ മസ്റ്റ് ബി 50 സെൻറ്റിമീറ്റർ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഇതിൽ നമ്മൾ ചെയ്യുമ്പം ചെയ്യേണ്ടത് ലെങ്ത് ഈക്വൽ ടു CD. നീങ്ങിയാൽ നമുക്കതിന് CDAB. L equal to CD, B equal to AD to DB. അന്നേരം AD ഈക്വൽ ടു ഇത് 50 ആണെങ്കിൽ ഇത് 25 ആയിരിക്കും. AD ഈക്വൽ ടു 25ഉം CD ഈക്വൽ ടു 25√3 വരും. ഇതാണ് അതിൻ്റെത്. അടുത്തൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഇതിൽ തന്നത് ഇത് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ഇത് 90 തന്നിട്ടുണ്ട്, ഇത് 60 തന്നിട്ടുണ്ട്, ഇത് 60 തന്നിട്ടുണ്ട്. അന്നേരം സോറി ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് 30. അന്നേരം ഇതിൻ്റെ ഹൈറ്റ് കാണണം. ഹൈപ്യൂട്ടിന് 4 ആണെങ്കിൽ ഹൈറ്റ് എപ്പോഴും അതിൻ്റെ പകുതിയായിരിക്കും. ഹൈറ്റ് ഈക്വൽ ടു 2. ഇനി അടുത്തത് ഏരിയ ആണ് നമ്മൾ നോക്കേണ്ടത്. ഏരിയ ട്രയാങ്കിളുടെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ് വരിക. ഹാഫ് BH വരുമ്പം BH ഈക്വൽ ടു BH 1 മിനിറ്റ്. ബ്രെഡ്ത്ത് ഹൈറ്റ് നമുക്കറിയാം 2 സെൻറ്റിമീറ്റർ ആണ്. ബേസ് അന്നേരം 2 ആകുമ്പം √3 2√3 ആവും. അന്നേരം 2√3 പ്ലസ് 2√3 ഈക്വൽ ടു 4√3 അങ്ങനെ കിട്ടും. ഏരിയ ഈക്വൽ ടു 4√3 ഇൻറ്റു 2 ഇൻറ്റു ഹാഫ് അങ്ങനെ വരുമ്പം ഈക്വൽ ടു 4. ഇതും ക്യാൻസലായി പോകും. അന്നേരം 4√3. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 4 + 4 + 4√3. അന്നേരം വരുമ്പം ഈക്വൽ ടു 8 + 4√3 8 + 4√3 എന്നായിരിക്കും ആൻസർ വരിക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. ഈ തന്നൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. ഈ ഒരു ട്രയാങ്കിളിന് തന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൈപ്പോട്ടിനസ് 4 ആണെന്ന് മാത്രം തന്നിട്ടുണ്ട്. ഇത് 60 ആണ്, ഈ ഒരു ആംഗിൾ 90 ആണ്. ഇത് മാത്രമാണ് നമുക്ക് തന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ പകുതിയായിരിക്കും ഇത്. ബേസായിട്ട് ഇതാ വരുന്നത്, ഹൈറ്റ് ഇതാ വരുന്നത്. ഓക്കെ, ബേസ് ആയിരിക്കും ഇതിലേറ്റവും ചെറുത്, ഹൈപ്പോട്ടിനസ് ആയിരിക്കും ഏറ്റവും വലുത്, ബേസ് നീളം കൂടിയത്. അങ്ങനെ നമുക്ക് നോക്കാം. ഇതന്നേരം 2 സെൻറ്റിമീറ്ററും ഇത് ബേസ് 2√3 വരും. അപ്പോൾ നമ്മൾ ഏരിയ ആണ് A ഈക്വൽ ടു ഹാഫ് BH. ഹാഫ് ബേസ് ഹാഫ് ഇൻറ്റു 2√3 ഇൻറ്റു 2. അന്നേരം 2ഉം 2ഉം ക്യാൻസലായിപ്പോയി. അന്നേരം A ഈക്വൽ ടു 2√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതും കഴിഞ്ഞ് ഇനി അടുത്തതൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ. ഇത് സിമ്പിളായിട്ടാണ് പറയുന്നത്, അധികം കോംപ്ലിക്കേറ്റഡ് ആണെന്നില്ല. ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിന് ഹൈറ്റ് കണ്ടുപിടിക്കണം. അന്നേരം നമ്മൾ ഇവിടെ നിന്ന് ഒരു നേരെയുള്ള ഒരു ലൈന് വരയ്ക്കുക.
എൻ്റെ നേരെ ഒരു ലൈന് ഇങ്ങനെ ഒരു ലൈന് വരച്ചിട്ട് 90 ഇതിൽ തന്നിട്ടുള്ള ഇവിടെ ഒരു 45 ആണ് തന്നിട്ടുണ്ട്, ഇത് 90 ആണ് തന്നിട്ടുണ്ട്. ഇത് 90 ആണ്, ഇവിടെ 45 വരും, ഇവിടെ 45. അന്നേരം നമ്മളിനി ചെയ്യേണ്ടത്, ഇനി ഇതിൻ്റെ ഹൈപ്പോട്ടനസ് 3 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ഇത്രയാണ് തന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ടുപിടിക്കുക. ബേസ് 5 സെൻറ്റിമീറ്റർ ആണെന്ന് കൂടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് മൊത്തത്തിലുള്ള ബേസാണ് നമ്മൾ പറയുന്നത്. ഈ ട്രയാങ്കിൾ ഒന്നായിട്ടുള്ള ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അന്നേരം ഇനി നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹൈറ്റ് ഇവിടെ √3 വെച്ചാണ് വരുന്നതെങ്കിൽ, സോറി √2, 45 വരുമ്പോൾ √2 ആണ് കേട്ടോ വരിക. √2 ആണ് വരുന്നതെങ്കിൽ ഹൈപ്പോട്ടിനസ് ബൈ ഇതല്ല വരിക √2. അന്നേരം ഹൈപ്പോട്ടിനസ് 3 ആണ്, 3√2 കിട്ടും. അന്നേരം A = ½ BH. അന്നേരം ½ × 5 × 3√2 = എത്ര കിട്ടും? 15 2√2 എന്നുള്ള ഒരു ആൻസർ കിട്ടും. 15 2√2 തന്നെ. എന്നിട്ട് ഇതിനെ ഇതുകൊണ്ട് ഇതാക്കിയാൽ 7.5 കിട്ടും. 7.5 √2 ആണ് ആൻസർ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഏരിയ ഓഫ് പാരലലോഗ്രാം. ഏരിയ ഓഫ് പാരലലോഗ്രാം ആസ് ഷോൺ ബിലോ. ഇത് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഒരു വര വരയ്ക്കുക. ഞാൻ ആദ്യം വരച്ച് വെച്ചാണ്. എന്നിട്ട് ഏരിയ കാണാൻ പാരലലോഗ്രാമിൻ്റെ ഇക്വേഷൻ = BH, ബ്രെഡ്ത്തിൻ്റെ ഹൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് 12 ആണെന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് 6 ആണെന്ന് തന്നിട്ടുണ്ട്, ഒരു ആംഗിൾ 60 കിട്ടിയിട്ടുണ്ട്. അന്നേരം ഇത് 6√3 ആയിരിക്കും. അന്നേരം B = 6 H = 6√3 B = 6. അന്നേരം ഏരിയ = ബ്രെഡ്ത്ത് ടോട്ടലി ഇതാട്ടോ 18 സെൻറ്റിമീറ്ററാണ്. അന്നേരം നമ്മൾ ഏരിയ = ബ്രെഡ്ത്ത് × ഹൈറ്റ്. അന്നേരം ഇവിടെ 6, ഇവിടെ 6√3, ബാക്കി ഇത്രയും വരുന്ന ഭാഗം 12 സെൻറ്റിമീറ്റർ, ഇത് 12. ഓക്കെ, അങ്ങനെ വരുന്നത്. ഒരു സൈഡ് 60 ആണ്, 60ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതായിരിക്കും ബേസ്. അങ്ങനെ ഓർമ്മിച്ചൊക്കെ 60ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നതായിരിക്കും ബേസ്. അന്നേരം 18 × 6√3, അന്നേരം 108√3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇങ്ങനെ എഴുതായിരിക്കും ആൻസർ ആയിരിക്കും കിട്ടുക. ഫൈൻഡ് ദ ഹൈറ്റ് ആൻഡ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ. ഇതിന് മൊത്തത്തിൽ 14 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ്. 14 സെൻറ്റിമീറ്റർ. ആംഗിൾ 40 ഡിഗ്രിയും ഹൈപ്പോട്ടനസ് 8 സെൻറ്റിമീറ്ററുമാണ്. 14 സെൻറ്റിമീറ്റർ. ഇനി ഫസ്റ്റ് ഇതിൻ്റെ ഏരിയ A = ½ BH. എപ്പോഴും ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് അവിടെ നോട്ട് ചെയ്ത് വെക്കുക. അത് എന്താണ്, പരീക്ഷയ്ക്ക് ടീച്ചേഴ്സ് ഇക്വേഷൻ കണ്ടത് ഒരു അരമാർക്കെങ്കിലും തരും. ആൻസർ തെറ്റിപ്പോയാൽ അരമാർക്ക് അതിന് കിട്ടും. അന്നേരം ബ്രെഡ്ത്ത് = 14 സെൻറ്റിമീറ്റർ, H = അറിയില്ല. ഇവിടെ നിന്നാണ് സൈനിൻ്റെ കണക്ക് വന്നത്. സൈൻ 14
ഡിഗ്രി ഈക്വൽ ടു ഓപ്പോ ബൈ ഹൈപ്പോട്യൂനസ്. ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്യൂനസും. ഇവിടെ ഹൈപ്പോട്യൂനസ് നമുക്കറിയാം 8 സെൻറ്റിമീറ്ററാണ്. 8 ബൈ ഓപ്പോസിറ്റ് സൈഡ് അങ്ങനെ എഴുതിയേക്കാം. 8 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ വരുമ്പോൾ സൈനിൻ്റെ വാല്യൂ നമുക്ക് തരും. സൈനിൻ്റെ വാല്യൂ വരുമ്പോൾ സൈൻ 0.64 ആണ് സൈന്. ഈക്വൽ ടു CD ബൈ 8 ഈക്വൽ ടു ഓക്കെ. ഇവിടെ വരെ ഒരു സെക്ഷൻ 0.64 ഈക്വൽ ടു CD ബൈ 8. അന്നേരം CD അവിടെ വെക്കുക, 8 അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. 0.64 ഇൻറ്റു 8 ഈക്വൽ ടു CD. ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും CD ആയിട്ട് വരുന്നത്. ബാക്കി ഇവിടെ ചെയ്യുന്നേ സ്പേസ്. ഇവിടെ വരെ ചെയ്തില്ലേ, നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോവാം. അന്നേരം 0.64 ഇൻറ്റു 8 5.12 സെൻറ്റിമീറ്റർ കിട്ടും. ഇതായിരിക്കും CD. അന്നേരം ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു 14 ഇൻറ്റു 512 അല്ലേ, 5.2. അന്നേരം ഇതും വെട്ടിപ്പോവും. അന്നേരം 7 ഇൻറ്റു 5.12. അന്നേരം അവിടെ കിട്ടുന്ന ആൻസർ 35.84 ആയിരിക്കും. ഇതാണ് ആൻസർ. ഇതിൽ സൈനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നവരെ, ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ സൈനിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നവരുള്ളതിന് ഒരു 3 മാർക്സ്. അങ്ങോട്ട് ഏരിയ കണ്ടുപിടിക്കുന്നതിന് 1 മാർക്കേ ഉള്ളൂ. 3 മാർക്സ്. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അത് വരുന്നതെന്ന് വെച്ചോ. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഹൈറ്റ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുക, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. ഈ ഹൈറ്റ് കണ്ടുപിടിക്കുന്നതിനാണ് 2 മാർക്ക്. ഇതിനൊരു മാർക്കേ ഉള്ളൂ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഒരു ഹൈറ്റ് കണ്ടുപിടിക്കുന്ന 2 മാർക്കും, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ 1 മാർക്കും. നിങ്ങൾ ഇവിടം വരെ റെഡിയാക്കി ഇവിടെ നിന്ന് മാത്രം തെറ്റിപ്പോയി എന്ന് വെച്ചോ, അതിന് 1 മാർക്ക് നിങ്ങൾക്ക് പോവും. ബാക്കി 2 മാർക്ക് ഇവിടെ കിട്ടും. പിന്നെ ഒരു 1/2 മാർക്കൊക്കെ വഴി കറക്റ്റാണെങ്കിൽ 1/2 മാർക്ക് അവിടെയും കിട്ടും. 2 ആൻസർ തെറ്റിപ്പോയി 1/2 മാർക്കേ പോവും. ഇനിയിപ്പോൾ അടുത്തത് ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ടത്, ഇവിടെ നേരെ ഒരു ലൈൻ എടുത്ത് ജോയിൻ ചെയ്യുക. ഫസ്റ്റായിട്ട് ചെയ്യുക, ഒരു ലൈൻ ജോയിൻ ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം എപ്പോഴും എടുക്കുമ്പോൾ. സ്ട്രെയിറ്റ് ലൈൻ നോക്കി എടുക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എടുക്കണം. എന്നിട്ട് നമുക്കിവിടെ കാണേണ്ടത് ഏരിയ ഓഫ് ദ ട്രയാങ്കിളാണ്. ഏരിയ ഈക്വൽ ടു, അതിന് പിന്നെ സൈഡ്സ് ഉണ്ട്. ഇത് 130ഉം ഇത് 8ഉമാണ്. ഇതിവിടെ റെഡ് വെച്ച് വരച്ച് എല്ലാം കൂടി മിക്സായി പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ഹൈറ്റാണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഇവിടെ വരുന്ന ആംഗിൾ അന്നേരം ഓൾവേസ് 50 ആയിരിക്കും. ഇനി നമുക്ക് ആദ്യം ഹൈറ്റ് കണ്ടുപിടിക്കണം. ഹാഫ് ബി എച്ച് സൈൻ 50 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോ ബൈ ഹൈപ്പോ. ഓക്കെ, ഹൈപ്പോട്ടിനസ് ഈക്വൽ ടു CD ബൈ CD ആണ് ബൈ 6. CD അല്ലെങ്കിൽ ഞാൻ ഇവിടെ നെയിം ചെയ്തില്ല, അതുകൊണ്ട് ഓപ്പോസിറ്റ് ബൈ 8 അല്ല 6. അന്നേരം ഓപ്പോസിറ്റ് ഈക്വൽ ടു 6 ഇൻറ്റു 0.77.
ഈക്വൽ ടു 4.62 ഈക്വൽ ടു എച്ച്. ഏരിയ ഈക്വൽ ടു ഹാഫ് എ ഈക്വൽ ടു ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 4.62. അങ്ങനെ വരുമ്പോൾ ഇതും വെട്ടിയ 4 ഇവിടെ വരും. 4 ഇൻറ്റു 4.62 ഈക്വൽ ടു 18.48. ഇവിടെ വരെ ഇത് ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ റോംബസ് ഈസ് 5 cm ആൻഡ് വൺ ഓഫ് ഇറ്റ് ആംഗിൾ 100 degree. കാൽക്കുലേറ്റ് ദ ഏരിയ. ഇവിടെ 100. വെയിറ്റ് ഞാൻ വരച്ചതിൻ്റെ ഇത് ശരിയില്ല. ഇത് റോംബസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബേസ് രണ്ടും കൂട്ടിയാൽ 180 ഇടണം. മറ്റേത് പാരലോഗ്രാമിന് ഓപ്പോസിറ്റ് ആംഗിൾസ് അതിന് കൂട്ടിയാൽ ബേസ് ഇട്ടുണ്ട്. ബേസെല്ലാം 180 ഇട്ടുണ്ട്. പക്ഷെ വരേണ്ടത് ഇതിന് ബേസ് കൂട്ടിയാലാണ് 80 കിട്ടേണ്ടത്. അപ്പം ഇതിൻ്റെ തന്നുണ്ട്. ഇത് 5 ആണ്, ഇത് 5 ആണ്. ഓൾ ആംഗിൾസ് ഓഫ് എ റോംബസ് ഈസ് ഈക്വൽ. ഇനി നമ്മൾ പെട്ടെന്ന് സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഇവിടെ നിന്ന് ലോഗിൻ ചെയ്യുക. ഇത് വരച്ച ഞാൻ കറക്റ്റില്ല, ഈ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് നേരം വരയ്ക്കാനത്. നേരം ഏരിയ ഈക്വൽ ടു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് തന്നെ. അപ്പം നമ്മൾ സൈൻ ഇവിടെ ഒരു 100 അല്ലേ? ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ പിന്നെ സ്ട്രെയിറ്റ് വരച്ച് ഇവിടെ 80ഉം ഇവിടെ 100ആണ്. ഇവിടെ 100ഉം ഇവിടെ 80ഉമാണ്. അന്നേരം ഇവിടെ 80 കിട്ടും. അന്നേരം സൈൻ 18 ഈക്വൽ ടു ഓപ്പോ ബൈ ഹൈപ്പോ ഈക്വൽ ടു ഓപ്പോസിറ്റ് തന്നെ ഇവിടെ ബൈ 5. സൈൻ 18 വരെ 0.98 ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ 5 സെൻറ്റിമീറ്റർ. ബാക്കി ഇവിടെ ഇടാം. 0.98 ഇൻറ്റു 5 ഈക്വൽ ടു 4.90 ഈക്വൽ ടു എച്ച്. ഇനി ബി അറിയാം. നമുക്ക് ഏരിയ ഈക്വൽ ടു 5 ഇൻറ്റു 4.90 ഈക്വൽ ടു 90 അല്ല 90 24.50. ഇതാണ് എൻ്റെ ഇത്. ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിലിടാം. ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ പാരലലോഗ്രാം ഈ ഒരു ട്രയാങ്കിൾ ഡി സി എ ബി ഇതൊരു പി എന്ന് കൂട്ടിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. എഫ് ഈ പി കൂട്ടിയിലും വലിയ പ്രശ്നമൊന്നുമില്ല. എഫ് സ്ട്രെയിറ്റ് ലൈനാണ്. ആ എഫ് സ്ട്രെയിറ്റ് ലൈനാണ്. ഇവിടെ 90 ഡിഗ്രി. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. ഒരിക്കലും നിങ്ങൾ ആ സ്ട്രെയിറ്റ് ലൈനാണെന്ന് വിചാരിക്കരുത്. സ്ട്രെയിറ്റ് ലൈൻ. എന്നിട്ട് 2 ഇൻറ്റു ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി. ഓക്കെ, ഇത് 6 ആണ്, ഇത് 6 ആണ്, ഇത് 5 അല്ല 4 ആണ്, 4 ആണ്, ഇത് 4 ആണ്. നേരം ഇങ്ങനെ കണ്ടുപിടിക്കുക. ഇത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതിൻ്റെ ആൻസർ നാളെ ഈ ലൈവ് കഴിഞ്ഞ ഉടൻ ഇടുന്നതായിരിക്കും. ഈ വീഡിയോ അപ്ലോഡായി കഴിഞ്ഞ് 10 മിനിറ്റിനകം ഇതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലേക്ക് വരും. ആൻസർ നെക്സ്റ്റ് ഡേ 7 PM ആകുമ്പോഴത്തേക്ക് വരും.